കൊല്ലം പെരിനാട് കുടിവെള്ളക്ഷാമം രൂക്ഷം. പണം മുടക്കി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ BJP അംഗങ്ങളുടെ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം ഈ വേനലാകുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. പക്ഷേ അതിന് വേണ്ടുന്ന ഒരു പ്രതിവിധി കൃത്യമായിട്ട് പഞ്ചായത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. നമുക്ക് വാട്ടർ കണക്ഷനുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിലും ഉണക്കായി കഴിഞ്ഞാൽ ഈ ഭാഗം ഇത്തിരി ചെറിയൊരു കയറ്റ പ്രദേശമായതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം കയറിയതില്ല. കാലങ്ങളായി പെരിനാട് നിവാസികൾ നേരിടുന്ന പൊതുപ്രശ്നമാണ് ഈ കേട്ടത്. വേനൽ കടുത്തു. പ്രശ്നം അതിസങ്കീർണമാണിപ്പോൾ. കിണറുകളെല്ലാം വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവിടുത്തുകാർ. പ്രധാന ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണമായിരുന്നു. അത് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. ചന്ദനത്തോപ്പ്, ഇടവട്ടം വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചിട്ട് 4 മാസമായി. പണം നൽകി വെള്ളം വാങ്ങുക എന്നതല്ലാതെ ശുദ്ധജല പ്രശ്നത്തിന് മറ്റ് യാതൊരു നിവൃത്തിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസം 400 രൂപയെങ്കിലും വെള്ളത്തിന് വേണ്ടിവരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. എത്ര ദിവസം എന്ന് പറഞ്ഞാണ് ഒരു ടാങ്ക് വെള്ളം മേടിക്കുന്നത്? 350 രൂപ 400 രൂപ കൊടുത്ത് ഒരു ടാങ്ക് വെള്ളം എടുക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ മേടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ മാസം പിന്നെ ഈ പൈപ്പ് ലൈന് പിന്നെ മാസം ബില്ലടയ്ക്കേണ്ടി വരുന്നത്? ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പകപോക്കലും കുടിവെള്ള പ്രശ്നത്തിന് പിന്നിലുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. BJP അംഗങ്ങളുടെ വാർഡുകളിലേക്ക് പഞ്ചായത്ത് മനഃപൂർവ്വം കുടിവെള്ളം എത്തിക്കുന്നില്ലെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ പരാതി. വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ രാഷ്ട്രീയ കളിയാണെന്നാ പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കളിയൊന്നും വേണ്ട, ജനങ്ങളെല്ലാം തുല്യവാ. അതുകൊണ്ട് വെള്ളം വേണം ഞങ്ങൾക്ക്. ഈ പരിസരത്തുള്ള ഒരു ടാപ്പുകളിലേക്കും വെള്ളം വരുന്നില്ല. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇന്ന് മറ്റ് പലയിടത്തും വരുന്നുമുണ്ട്. വലിയ ലൈനിൽ തന്നെ 12 വീടുണ്ട്. അങ്ങനെ ഒരുപാട് വീടുകളിലേക്കുള്ള ലൈനിൽ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. വലിയ പ്രയാസത്തിലാണ്. പ്രശ്നത്തിന് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 24 കൊല്ലം.